കുമാരനല്ലൂർ അമ്മക്ഷേത്രം. അത്ഭുതകരമായ ചരിത്രം. കേരളത്തിലെ ഏറ്റവും ശക്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ കാർത്യായനി ദേവീക്ഷേത്രം. 2400 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി കരുതപ്പെടുന്നു. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവി സാധാരണ ഭഗവതിയല്ല. ഈ ക്ഷേത്രത്തിന്റെ കഥ ഒരു സാധാരണ ക്ഷേത്രചരിത്രമല്ല. ഇത് ഒരു ദിവ്യപ്രകാശത്തിന്റെ യാത്രയാണ്. മധുരയിലെ ഒരു പൂജാരിയുടെ ജീവൻ രക്ഷിക്കാൻ ദേവി തന്നെയാണ് ഒരു പ്രകാശമായി മാറി അദ്ദേഹത്തെ നയിച്ചതെന്ന് പുരാണം പറയുന്നു. മധുരയിലെ മീനാക്ഷി അമ്മയുടെ ദൈവിക ശക്തി തന്നെ ഇവിടെ പ്രത്യക്ഷമായതായി ഭക്തർ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു കുമാരക്ഷേത്രമായി തുടങ്ങിയത് ഇന്ന് ദേവിയുടെ മഹാക്ഷേത്രമായി മാറി. എന്തുകൊണ്ടാണ്? പരശുരാമൻ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് വിശ്വാസം. ഇന്നത്തെ വീഡിയോയിൽ കുമാരനല്ലൂർ അമ്മക്ഷേത്രത്തിന്റെ അസാധാരണമായ ചരിത്രവും അതിന്റെ രഹസ്യങ്ങളുമാണ് പറയുന്നത്. ആ അത്ഭുതകരമായ കഥയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. കുമാരനല്ലൂർ പുരാതന ഗ്രാമത്തിന്റെ കഥ. ഇന്ന് കുമാരനല്ലൂർ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം പുരാതന കാലത്ത് മറ്റൊരു പേരിൽ അറിയപ്പെട്ടു. അത് തിങ്കൾക്കാട് എന്നായിരുന്നു. പിന്നീട് ഈ പ്രദേശം ഇന്ദുകാനനം എന്നും അറിയപ്പെട്ടു. ഇത് ഒരു സാധാരണ ഗ്രാമമല്ലായിരുന്നു. പുരാതന കാലത്ത് ഇത് കേരളത്തിലെ പ്രധാന ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഇവിടെയായിരുന്നു സാമൂഹികവും സാംസ്കാരികവും ധാർമ്മികവുമായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ക്ഷേത്രം സ്ഥാപിച്ചതാര്? കുമാരനല്ലൂർ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ചേര രാജവംശത്തിലെ മഹാരാജാവ് ചേരമാൻ പെരുമാൾ ആണ് നടത്തിയതെന്ന് ചരിത്രരേഖകൾ പറയുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ക്ഷേത്രത്തിന് ഭൂമികൾ നൽകി, ഗ്രാമങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചു, ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് സംവിധാനം സൃഷ്ടിച്ചു. അങ്ങനെ കുമാരനല്ലൂർ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, ഒരു സാംസ്കാരിക കേന്ദ്രം ആയി മാറി. ആദ്യം ഈ ക്ഷേത്രം ദേവിക്ക് വേണ്ടിയല്ലായിരുന്നു. ഇവിടെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ ഭാഗം. ഈ ക്ഷേത്രം ആദ്യം ദേവിക്ക് വേണ്ടി നിർമ്മിച്ചതല്ല. അത് നിർമ്മിച്ചത് കാർത്തികേയൻ അല്ലെങ്കിൽ കുമാരൻ, മുരുകൻ വേണ്ടിയായിരുന്നു. അതിനാലാണ് ഈ പ്രദേശത്തിന് കുമാരനല്ലൂർ എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ച ഒരു അത്ഭുതം ഈ ക്ഷേത്രത്തിന്റെ വിധിയെ തന്നെ മാറ്റി. മധുരയിലെ മീനാക്ഷി ക്ഷേത്രത്തിലെ അത്ഭുതം. അന്നത്തെ കാലത്ത് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം വളരെ പ്രശസ്തമായിരുന്നു. മധുര വാഴുന്ന പാണ്ഡ്യരാജാവിന് തന്റെ മകൾ ജീവനായിരുന്നു. അവൾ ചോദിക്കുന്നതിന് മുൻപേ അദ്ദേഹം എല്ലാം നൽകിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ആ രാജകുമാരിയെ മരണം തട്ടിയെടുത്തു. മകളുടെ ചിരിയും കളികളും മാഞ്ഞ ആ കൊട്ടാരത്തിൽ രാജാവിന് അവശേഷിച്ചത് അവൾ അണിഞ്ഞിരുന്ന ആ തിളങ്ങുന്ന രത്നമൂക്കൂത്തി മാത്രമാണ്. ആ ഓർമ്മ എന്നേക്കുമായി സംരക്ഷിക്കാൻ രാജാവ് അത് മീനാക്ഷിയമ്മന്റെ വിഗ്രഹത്തിൽ ചാർത്തി. ദിവസവും അദ്ദേഹം ക്ഷേത്രത്തിൽ വന്നിരുന്നത് ദേവിയെ തൊഴാനായിരുന്നില്ല, പകരം ആ മൂക്കൂത്തിയിലൂടെ തന്റെ മകളെ ഒന്ന് കാണാനായിരുന്നു. ഒരു ദിവസം അമൂല്യമായ മാണിക്യക്കല്ല് പതിപ്പിച്ച മൂക്കൂത്തി അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. രാജാവിന് വലിയ കോപം വന്നു. ആ മൂക്കൂത്തി കാണാതായ ദിവസം രാജാവിന്റെ ലോകം വീണ്ടും തകർന്നു. തന്റെ മകളെ ആരോ രണ്ടാമതും തന്നിൽ നിന്ന് തട്ടിയെടുത്തു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. അദ്ദേഹം ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനെ വിളിച്ചു പറഞ്ഞു, 41 ദിവസത്തിനുള്ളിൽ മൂക്കൂത്തി കണ്ടെത്തിയില്ലെങ്കിൽ നിനക്ക് മരണശിക്ഷ. അത് കേട്ട് പുരോഹിതൻ പൂർണ്ണമായി തകർന്നു. കാരണം അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹം സാധാരണ പൂജാരി ആയിരുന്നില്ല. ജീവിതം മുഴുവൻ ദേവിയുടെ സേവനത്തിന് സമർപ്പിച്ച ഒരാളായിരുന്നു. പ്രതിദിനം പുലർച്ചെ സൂര്യോദയത്തിന് മുൻപ് ക്ഷേത്രത്തിലെത്തും.
ദേവിയെ കുളിപ്പിക്കുകയും പുഷ്പങ്ങൾ അർപ്പിക്കുകയും ആരാധന നടത്തുകയും ചെയ്തിരുന്നു. അമ്മയെ അദ്ദേഹം ദേവിയായി മാത്രമല്ല കണ്ടത്, സ്വന്തം അമ്മയായി ആയിരുന്നു. ദേവിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പലപ്പോഴും ഭക്തിയുടെ കണ്ണുനീർ നിറയും. അത്രത്തോളം അമ്മയോട് അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ടായിരുന്നു. എന്നാൽ രാജാവിന്റെ ആജ്ഞയെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. ആ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറി. പകൽ രാത്രിയില്ലാതെ അദ്ദേഹം ദേവിയെ പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിന്റെ ഇരുണ്ട മണ്ഡപത്തിൽ ദീപം തെളിയിച്ചിരുന്നു. കണ്ണു നിറഞ്ഞു പറഞ്ഞു, അമ്മേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ രക്ഷിക്കണം. അദ്ദേഹത്തിന്റെ ഭക്തി കണ്ടാൽ ആരും വിങ്ങിപ്പോകും. 40-ാം ദിവസം രാത്രിയിൽ അദ്ദേഹം ക്ഷേത്രത്തിൽ തന്നെ തളർന്നുറങ്ങി. ആ രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു അത്ഭുത സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ മീനാക്ഷിയമ്മ പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ മുഖം ദിവ്യപ്രകാശം പോലെ തെളിഞ്ഞു. അമ്മ സ്നേഹത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നാളെ ഒരു ദിവ്യപ്രകാശം കാണും. അത് പിന്തുടരുക. അത് നിന്റെ മോചനത്തിലേക്ക് നയിക്കും. പൂജാരി അമ്പരം നുണർന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഇപ്പോൾ ശാന്തമായിരുന്നു. കാരണം അമ്മ തന്നെ വഴികാട്ടാൻ വരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അടുത്ത ദിവസം പുലർച്ചെ പൂജാരി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഒരു ദിവ്യപ്രകാശം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് സാധാരണ പ്രകാശമല്ലായിരുന്നു, ഒരു ജീവനുള്ളതുപോലെ മുന്നോട്ട് നീങ്ങുന്ന പ്രകാശം. അദ്ദേഹം അത് പിന്തുടർന്നു. ഗ്രാമങ്ങളും നദികളും കാടുകളും കടന്ന് ദീർഘമായ യാത്ര. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരു നിമിഷവും കുറഞ്ഞില്ല. കാരണം അമ്മയാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. ആ പ്രകാശം നേരെ എത്തിയത് കുമാരനല്ലൂർ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലേക്ക് ആയിരുന്നു. അന്നായിരുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തേണ്ട ദിവസം. ദിവ്യപ്രകാശം ശ്രീകോവിലിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഒരു അശരീരി കേട്ടു. അത് പറഞ്ഞു, കുമാരനല്ല ഈ സ്ഥലത്തിന്റെ ദേവൻ, ഇത് കുമാരിക്കുള്ള സ്ഥലം. അതായത് ഈ ക്ഷേത്രം മുരുകന് വേണ്ടിയല്ല, ദേവിക്ക് വേണ്ടിയാണെന്ന്. ചേരമാൻ പെരുമാൾ ഈ ദിവ്യ സംഭവം കേട്ടപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, കുമാരന്റെ പ്രതിഷ്ഠ ഉദയനാപുരം ക്ഷേത്രത്തിൽ നടത്തുക, കുമാരനെല്ലൂരിൽ ദേവിയുടെ പ്രതിഷ്ഠ നടത്തുക. അങ്ങനെ ഈ ക്ഷേത്രം ദേവിയുടെ മഹാക്ഷേത്രമായി മാറി. പ്രതിഷ്ഠാ സമയത്ത് മറ്റൊരത്ഭുതം സംഭവിച്ചു. ഒരു ജടാധാരിയായ ബ്രാഹ്മണൻ ക്ഷേത്രത്തിലേക്ക് എത്തി. അദ്ദേഹം ഒരു നിമിഷം കൊണ്ട് ശ്രീകോവിലിൽ പ്രതിഷ്ഠ നടത്തി. അതിനുശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി. പിന്നീട് അത് മഹർഷി പരശുരാമൻ ആയിരുന്നുവെന്ന് ഭക്തർ വിശ്വസിച്ചു. മധുരയിൽ നിന്ന് ദേവിയുടെ പ്രകാശത്തെ പിന്തുടർന്ന് വന്ന പുരോഹിതൻ ഇവിടെ തന്നെ താമസിച്ചു. അദ്ദേഹത്തിന്റെ വീടാണ് മധുരൈ ഇല്ലം. ഇന്നും ആ കുടുംബമാണ് ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യുന്നത്. കുമാരനല്ലൂർ ദേവി ഒരു രൂപത്തിൽ മാത്രമല്ല ആരാധിക്കപ്പെടുന്നത്. ഇവിടെ ദേവി സരസ്വതി, ലക്ഷ്മി, പാർവതി, ദുർഗ, വനദുർഗ എന്ന 5 രൂപങ്ങളിൽ വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ വളരെ പ്രത്യേകമാണ്. ഇവിടെ ശ്രീകോവിൽ, നാലമ്പലം രണ്ടും ശ്രീചക്ര രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ഇത് കേരളത്തിൽ വളരെ അപൂർവമാണ്. ക്ഷേത്രത്തിലെ പുറത്തെ മതിലുകളിൽ അത്ഭുതകരമായ രാമായണം, മഹാഭാരതം, ദേവദേവതകൾ എന്നിവയുടെ പുരാതന ചിത്രങ്ങൾ ഉണ്ട്. ഇവയിൽ ഉപയോഗിച്ചത് സസ്യങ്ങളിൽ നിന്നുള്ള സ്വാഭാവിക നിറങ്ങളാണ്. ഈ ക്ഷേത്രത്തിൽ ശിവൻ, അയ്യപ്പൻ, ഭദ്രകാളി, ഗണപതി എന്നിവർക്കും പ്രത്യേക സന്നിധികൾ ഉണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തൃക്കാർത്തിക ഉത്സവമാണ്. വൃശ്ചിക മാസത്തിൽ ഇത് ആഘോഷിക്കുന്നു. ആ ദിവസത്തിൽ ആയിരക്കണക്കിന് വിളക്കുകൾ, ദീപാലങ്കാരം, മഹാപൂജ എല്ലാം നടക്കുന്നു. ഇത് കാർത്തിക വിളക്ക് എന്നാണ് അറിയപ്പെടുന്നത്.
ഒരു വിശ്വാസമുണ്ട്. കാർത്തിക സ്നാനം കഴിഞ്ഞ് ദേവി തിരിച്ചു വരുമ്പോൾ ഉദയനാപുരം ക്ഷേത്രത്തിലും തൃശൂർ വടക്കനാഥൻ ക്ഷേത്രത്തിലും ദേവന്മാർ ദേവിയുടെ സൗന്ദര്യം കാണാൻ മതിൽ കയറി നിന്നുവെന്നാണ് പുരാണം പറയുന്നത്. അതിന്റെ ഓർമ്മയ്ക്കാണ് ഇന്നും കാർത്തിക ദിവസം മതിലുകളിൽ പൂജ നടത്തുന്നത്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തെ പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നായി വിശേഷിപ്പിച്ചു. ഇവിടെ ദേവിയുടെ സാന്നിധ്യം അത്യന്തം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുമാരനല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ചാൽ ഭക്തർ വിശ്വസിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ മാറും, സന്താനഭാഗ്യം ലഭിക്കും, വിദ്യാഭ്യാസ വിജയം ലഭിക്കും, ശത്രുദോഷം മാറും എന്നതാണ്. കേരളത്തിലെ ഏറ്റവും ശക്തമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുമാരനല്ലൂർ അമ്മ ക്ഷേത്രം. ഒരു കുമാരക്ഷേത്രമായി തുടങ്ങിയത് ദേവിയുടെ ദിവ്യ ഇടപെടലിലൂടെ ഇന്ന് ഒരു മഹാശക്തിപീഠമായി മാറി. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ.